സകല കാലത്തിനും മുമ്പേ നിത്യജീവന്റെ വാഗ്ദത്തം നമുക്ക് നൽകിയ ഭോഷ്കില്ലാത്ത ദൈവത്തിന് ഞാൻ സ്തോത്രവും സ്തുതിയും അർപ്പിക്കുന്നു. നമുക്ക് നിത്യജീവൻ തരേണ്ടതിന് സ്വർഗമഹിമകളെ വെടിഞ്ഞ് ഭൂമിയിലേക്ക് വരികയും ക്രൂശിൽ നമ്മുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് കയറി പാപത്തിന് പരിഹാരം വരുത്തുകയും ചെയ്ത ഇന്നും ഉയർത്തെഴുന്നേറ്റ് മഹത്വത്തിൽ ജീവിക്കുന്ന നസ്രായനായ യേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങൾ എല്ലാവർക്കും അറിയിക്കട്ടെ. ഒരുമിച്ച് നൽകപ്പെടുന്ന കൂട്ടായ്മ, അതിൻ്റെ മധുരിമ ആസ്വദിപ്പാൻ ദൈവം നമുക്ക് വീണ്ടും കൃപയേകട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നമ്മൾ പഠിച്ചു വരുന്ന ഇത്ര വലിയ രക്ഷ, എന്തുകൊണ്ട് ഈ രക്ഷ ഇത്ര വലിയത് എന്നതാണല്ലോ നമ്മുടെ ചിന്താവിഷയം. എബ്രായർക്കുള്ള ലേഖനം 2-ാമത്തെ അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ അപഗ്രഥിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് അതിൻ്റെ 3ഉം 4ഉം വാക്യങ്ങൾ നമുക്ക് ഒന്നും കൂടെ ആ വാക്യങ്ങൾ വായിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വചന പഠനം തുടരാം. കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിന് നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? സ്തോത്രം. നമ്മൾ ആദ്യ ദിവസങ്ങളിൽ കണ്ടതുപോലെ അപ്പോസ്തോലൻ ഇത് രക്ഷിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു സമൂഹത്തോടല്ല പറയുന്നത്. പകരം രക്ഷിക്കപ്പെട്ടതായ ഒരു സമൂഹം, രക്ഷയെ തിരസ്കരിക്കുന്നവരോടല്ല, പകരം അതിനർഹമായ വില അഥവാ മൂല്യം കൊടുക്കാതെ അവഗണിക്കുന്നവരോടാണ് അപ്പോസ്തലൻ സംസാരിക്കുന്നത്. 2 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, രക്ഷിക്കപ്പെടാത്ത, യേശുക്രിസ്തുവിൽ വിശ്വസിക്കാത്ത, യേശുക്രിസ്തുവിനെ അറിയാത്തവരോടല്ല അപ്പോസ്തലൻ സംസാരിക്കുന്നത്. മറിച്ച് ക്രിസ്തു ആരാണെന്ന് മനസ്സിലാക്കിയ, ഒരുപക്ഷെ ഒരിക്കൽ രക്ഷിക്കപ്പെട്ടവരുമായ ഒരു സമൂഹത്തോടാണ് അപ്പോസ്തലൻ ഈ കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നത്. അതുപോലെ തന്നെ സുവിശേഷത്തെ അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ തിരസ്കരിക്കുന്ന, നിരസിക്കുന്നവരോടല്ല, പകരം അവഗണിക്കുന്നവരോട്, അർഹമായ വില നൽകാതെ, അർഹമായ മൂല്യം നൽകാതെ, അത് സാരമില്ല എന്ന നിലയിൽ ക്രിസ്തുവിനെ കൈകാര്യം ചെയ്യുന്ന, രക്ഷയെ കൈകാര്യം ചെയ്യുന്ന ഒരു സമൂഹത്തോടാണ് അപ്പോസ്തലന്റെ ഈ വാക്കുകൾ. ഇത്ര വലിയ രക്ഷ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? ഗണ്യമാക്കാതെ പോവുക, അവഗണിക്കുക എന്നതാണ്. സ്തോത്രം. അവഗണിക്കുക. ഇപ്പോൾ ഇത്ര വലിയ രക്ഷ, നമ്മൾ പ്രാപിച്ചിരിക്കുന്ന രക്ഷ ഇത്രയ്ക്കും വലുതാണെന്ന ബോധ്യം നമുക്കുണ്ടാകണം. സ്തോത്രം. നാം പ്രാപിച്ചിരിക്കുന്ന രക്ഷയുടെ വില പലപ്പോഴും നമ്മൾ അറിയാതെ പോകുന്നു. അതിൻ്റെ മൂല്യം നമ്മൾ അറിയാതെ പോകുന്നു. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലെന്ന് പറയുന്നത് പോലെ നമുക്ക് ഇത് ഒരു സാമട്ടിലാണ് കാര്യങ്ങൾ എടുക്കുന്നത്. അതിൻ്റെ ഗൗരവത്തോടെ രക്ഷയെ കാണുവാൻ, കൈകാര്യം ചെയ്യുവാൻ
നമുക്ക് കഴിയാതെ പോകുന്നു എന്ന ഒരു യാഥാർത്ഥ്യം ഇവിടെ വിസ്മരിക്കാവതല്ല. ഇത്ര വലിയ രക്ഷ നമ്മളതിൻ്റെ 14 കാരണങ്ങളാണെന്ന് തോന്നുന്നു നോക്കിക്കൊണ്ടിരുന്നത്, അല്ലേ? 14. ഓക്കെ Yes. ഓക്കെ, റൈറ്റ്. 14-ാമത്തേതായി നമ്മൾ ഏറ്റവും ഒടുവിൽ ചിന്തിച്ചത് ഓർമ്മയുണ്ടല്ലോ? This salvation includes salvation from sin. It's a salvation not only from the punishments of sin, but from the very sin itself. പാപത്തിൽ നിന്ന് തന്നെയുള്ള വിടുതൽ ക്രിസ്തീയ രക്ഷയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണത്. സ്തോത്രം. പാപത്തിൽ നിന്നുള്ള രക്ഷ. പാപത്തിൽ നിന്ന് നമുക്ക് പാപത്തിൻ്റെ ശിക്ഷാവിധിയിൽ നിന്ന് മാത്രം പോരാ, പാപത്തിൽ നിന്ന് തന്നെയുള്ള രക്ഷയാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. നമ്മൾ മിക്കപ്പോഴും നമ്മുടെയും ഈ വെർച്വൽ മീറ്റിംഗ് ആയിട്ടുകൂടെ മിക്കവാറും എല്ലാ ദിവസങ്ങളിലും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ 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 പറഞ്ഞാണ് നമ്മൾ നിർത്തുന്നത്. സത്യത്തിൽ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് നൽകുന്ന ഈ ജയം എന്തിൻ്റെ മേലുള്ള ജയമാണ്? ആത്യന്തികമായും ഈ ജയം എന്തിൻ്റെ മേലുള്ള ജയമാണ്? പാപത്തിന്മേൽ. ഓഫ് കോഴ്സ്, പാപത്തിന്മേൽ. സിൻ, പാപത്തിന്മേലുള്ള ജയം. ആത്യന്തികമായും അത് തന്നെയായിരിക്കണം നമ്മുടെ തിരിച്ചറിവ്. We should be very much convinced of this. We should have this very conviction that Christ saves you and me from the very sin. സ്തോത്രം. അപ്പം നമ്മുടെ പാപങ്ങളെ ചുമന്നൊഴിക്കുന്നതിന് വേണ്ടിയാണ് യേശു ക്രിസ്തു വന്നത്. നമ്മുടെ പാപങ്ങളെ ചുമന്നൊഴിക്കുവാൻ വേണ്ടിയാണ് ക്രിസ്തു വന്നത്. അതുകൊണ്ടാണ് പിതാവായ ദൈവം നമ്മുടെ പാപമെല്ലാം യേശുക്രിസ്തുവിൻ്റെ മേൽ ചുമത്തി. കർത്താവായ യേശു നമ്മുടെ പാപമെല്ലാം തൻ്റെ ശരീരത്തിന്മേൽ വഹിച്ചു. ഈ 2 പ്രയോഗങ്ങൾ വളരെ പ്രസക്തമായിട്ടുള്ളതാണ്. സ്തോത്രം. ഈ 2 പ്രയോഗങ്ങൾ, പിതാവായ ദൈവം നമ്മുടെ അകൃത്യമെല്ലാം പുത്രന്റെ മേൽ ചുമത്തി എന്ന് യെശയ്യാവ് 53-ാമത്തെ അധ്യായത്തിൽ പറയുന്നത് നമുക്ക് നല്ല പരിചയമുള്ള വാക്യങ്ങളാണ്. നമ്മുടെ തിരുവത്താഴ സമയങ്ങളിൽ പല സ്ഥലങ്ങളിലും വായിക്കുന്ന ഒരു ഭാഗമാണ് യെശയ്യാ 53-ാമത്തെ അധ്യായം. സ്തോത്രം. അപ്പോൾ അവിടെ പ്രത്യേകിച്ച് അതിൻ്റെ 3 തൊട്ട് 6 വരെയുള്ള വാക്യങ്ങളിൽ പ്രവാചകൻ ആത്മാവിൽ യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തെ, കഷ്ടാനുഭവങ്ങളെ ദർശിച്ചുകൊണ്ട് പറയുന്ന ഭാഗങ്ങൾ നമുക്ക് പരിചിതമാണല്ലോ. സ്തോത്രം. പ്രത്യേകിച്ച് നാം അതിൻ്റെ 5ഉം 6ഉം ഒക്കെ വാക്യങ്ങളിൽ, അതിൻ്റെ 6-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോളൂ. നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു, നാം ഓരോരുത്തരും താന്താന്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി. സ്തോത്രം. പഴയ നിയമത്തിൽ പാപം ചെയ്ത ഒരാള് യാഗം കഴിക്കാൻ മൃഗവുമായിട്ട് വരുമ്പോൾ പുരോഹിതന്റെ സാന്നിധ്യത്തിൽ ആ പാപം ചെയ്ത
വ്യക്തിയുടെ പാപമെല്ലാം തനിക്ക് വേണ്ടി യാഗമാകാൻ പോകുന്ന മൃഗത്തിൻ്റെ മേലേക്ക് സ്ഥാനാന്തരണം ചെയ്യുന്നത് പോലെ ഇവിടെ നാം വായിക്കുന്നു, സ്തോത്രം, യഹോവ സകല മനുഷ്യരുടെയും അകൃത്യം പുത്രനായ ക്രിസ്തുവിൻ്റെ മേൽ ചുമത്തി. The Father laid all our iniquities upon Christ Jesus. The Father transferred our sins unto the physical body of Jesus Christ. യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിന്മേൽ, യേശുക്രിസ്തുവിന്മേൽ പിതാവ് സകല മനുഷ്യരുടെയും പാപങ്ങളെ ഒന്ന് ട്രാൻസ്ഫർ ചെയ്തു, ചുമത്തി. ഹി ലെയ്ഡ്. അപ്പോൾ യേശുക്രിസ്തു ആരായി മാറി? അല്ല, എന്തായി മാറി? പാപമായി മാറി. യെസ്. ആൻഡ് ദസ് ക്രൈസ്റ്റ് became sin for our sake. സ്തോത്രം. പാപം ആക്കപ്പെട്ടു എന്നതുകൊണ്ടാണ് നാം 2 കൊരിന്ത്യർ 5:21 വായിക്കാറുള്ളത്. സ്തോത്രം. ക്രൈസ്റ്റ് became sin for us. ക്രൈസ്റ്റ് became sin for us. നമുക്ക് വേണ്ടി യേശു പാപമായി തീർന്നു. ഇനി ഫസ്റ്റ് പീറ്റർ 2:24, ഫസ്റ്റ് പീറ്റർ 2:24, 1 പത്രോസ് 2:24 വാക്യം. നാം പാപം സംബന്ധിച്ച്, അതല്ലേ? 2:24 തന്നെ, അത് തന്നെ. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അവന്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. സ്തോത്രം. അവിടെ നമ്മൾ അതിൻ്റെ 2ാമത്തെ ഭാഗമാണ് കാണുന്നത്. യേശുക്രിസ്തു സ്വയം നമ്മുടെ പാപങ്ങളെ തൻ്റെ ശരീരത്തിന്മേൽ, തൻ്റെ ദേഹത്തിന്മേൽ വഹിച്ചുകൊണ്ട് ക്രൂശിന്മേൽ കയറി. ഇപ്പൊ 2 കാര്യങ്ങളാണ് നാം ഇപ്പോൾ കണ്ടത്. പിതാവ് നമ്മുടെയൊക്കെ അകൃത്യം അവൻ്റെ മേൽ ചുമത്തി. ക്രിസ്തു സ്വയം നമ്മുടെ പാപങ്ങളെ തൻ്റെ ശരീരത്തിന്മേൽ വഹിച്ചു. സ്തോത്രം. ഒരേ വിഷയത്തിൻ്റെ 2 വീക്ഷണ കോണുകളിൽ നിന്നുള്ള പ്രസ്താവനകൾ. സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ അറിവോ അനുവാദമോ ഇല്ലാതെ, യേശുക്രിസ്തുവിൻ്റെ സമ്മതം കൂടാതെ പിതാവ് നിർബന്ധിച്ച് ഇതെല്ലാം കൂടെ യേശുവിൻ്റെ തലമേൽ കെട്ടിവെച്ച് ക്രൂശിൽ പിടിച്ചു കൊന്നതൊന്നും അല്ലെന്ന്. സ്തോത്രം. പകരം യേശുക്രിസ്തു സ്വയം അറിഞ്ഞുകൊണ്ട് ബോധപൂർവം അതിനുവേണ്ടി പിതാവിൻ്റെ ഇഷ്ടത്തിന് തന്നെത്താൻ സമർപ്പിച്ചതാണ് എന്നത്ര ഇതിൻ്റെ അർത്ഥം. അങ്ങനെ യേശുക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി. ക്രിസ്തീയ രക്ഷാശാസ്ത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണിത്. യേശുക്രിസ്തുവിലൂടെ ഈ രക്ഷ നമുക്ക് വരുമ്പോൾ പാപത്തിൽ നിന്നുള്ള രക്ഷ എന്നത് നാം മനസ്സിലാക്കണം. അതായിരുന്നു നാം ഇന്നലെ ഏറ്റവും ഒടുവിലായിട്ട് ചിന്തിച്ചത്. ഇന്നലെ നമ്മൾ ചിന്തിച്ച ഭാഗങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ചാട്ടെ. ഒന്നും ഇല്ല എന്നാണ് ഞാൻ നിങ്ങളുടെ മൗനത്തിൽ നിന്നും മനസ്സിലാക്കുന്നത്. എങ്കിൽ നമുക്ക് 15ാമത്തെ ഭാഗത്തേക്ക് പോകാം. ഈ രക്ഷ എന്തുകൊണ്ട് ഇത്ര വലിയതായിരിക്കുന്നു? 15ാമത്തെ ഘടകം. സ്തോത്രം. ബിക്കോസ് ഓഫ് the unmatched benefits
this salvation offers its recipient because of the unmatched profits, benefits, advantages of this salvation. ഈ രക്ഷിക്കപ്പെടുന്നവർക്ക് നൽകുന്ന അല്ലെങ്കിൽ വാഗ്ദത്തം ചെയ്യുന്ന അനുഗ്രഹങ്ങൾ നിമിത്തം, ലാഭം നിമിത്തം, പ്രയോജനങ്ങൾ നിമിത്തം ഇത് ഇത്ര വലിയ രക്ഷയാണ്. ഇത്ര വലിയ രക്ഷയാണ്. സ്തോത്രം. ഈ രക്ഷ നിമിത്തം നമുക്ക് എന്താ പ്രയോജനം? ഈ രക്ഷിക്കപ്പെടുന്നവർക്ക് പ്രയോജനം വല്ലതും ഉണ്ടോ? എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ ആദ്യത്തെ ചർച്ച് UP-യിൽ ബബീന എന്നൊരു സ്ഥലമാണ്. ബീന എല്ലാവർക്കും അറിയാം, ഒരു വലിയ റെയിൽവേയുടെയും കൂടെ ഒരു വലിയ സ്റ്റേഷനാണ്. എന്നാൽ ഈ ബീനയല്ല, ഒരു കൊച്ചു സ്ഥലമാണ്, ഒരു കന്റോൺമെന്റ് ഏരിയയായ പട്ടാളക്കാർ അവർ മാത്രമേ ഉള്ളൂ അവിടെ എന്ന് പറയാം. അവിടെയുള്ള ഒരു കൊച്ചു സഭയുടെ പാസ്റ്ററായിട്ടാണ് ഞാൻ ആദ്യമായി അയക്കപ്പെടുന്നത്. ജൂലൈ മാസം 1-ാം തീയതി ഞാൻ അവിടുത്തെ ശുശ്രൂഷ ഏറ്റെടുത്തു. ഒറ്റയ്ക്കേ ഉള്ളൂ, വിവാഹം കഴിച്ചിട്ടില്ല, ഹിന്ദി അറിയത്തില്ല, പ്രായം കുറവ്, ഒക്കെ കൂടെ ഒത്തിരി വലിയ സംഘർഷങ്ങളുണ്ട്. ഏതായാലും ജൂലൈ 1 തൊട്ട് ഓഗസ്റ്റ് മാസം 15-ാം തീയതി വരെ സഭയുടെ മാത്രം പ്രവർത്തനങ്ങളുമായിട്ട് പോയി. ഓഗസ്റ്റ് 15 മുതൽ പുറത്തിറങ്ങി സുവിശേഷം അറിയിക്കാൻ തുടങ്ങി. ഗ്രാമങ്ങളിലൊക്കെ പോയി തുടങ്ങി. ആദ്യം സഭയിലെ സഹോദരന്മാരെ കൊണ്ടൊക്കെയാണ് പോയത്. പിന്നെ ആരും കൂടെ വന്നിട്ടില്ല, ഒറ്റയ്ക്കാണ് പോകുന്നത്. ഹിന്ദിയൊന്നും വശമില്ല, 1-1.5 മാസത്തെ ഹിന്ദിയുള്ളൂ. അവിടെ ചെന്നു, കണ്ടവരോടൊക്കെ കർത്താവിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പോൾ ലോഹ്യമായിട്ട് ചില വ്യക്തികൾ എൻ്റെ അടുക്കൽ വന്നിട്ട് ചോദിച്ചത്, ശരി, ഞങ്ങൾ ഇങ്ങനെ യേശുവിൽ വിശ്വസിച്ചാൽ ഞങ്ങൾക്ക് എന്ത് പ്രയോജനം ഉണ്ടാവും? വല്ല പ്രയോജനം ഉണ്ടാകുമോ എന്ന് ആദ്യം ചോദിച്ചു. ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും ഉണ്ടാവും. അവർക്ക് വലിയ ആവേശമായി. എന്ത് പ്രയോജനമാകും എന്ന് ചോദിച്ചു. എന്നിട്ട് എത്ര വസ്തു കിട്ടും, എവിടെ ജോലി കിട്ടും എന്നിങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളായി. ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് യേശുവിൽ വിശ്വസിച്ചാൽ പ്രയോജനം കിട്ടും, പക്ഷെ നിങ്ങൾ ഈ പറയുന്നത് പോലെയുള്ള വസ്തുവകകളോ കല്യാണമോ ജോലിയോ ഒന്നുമല്ല. ചിലരൊക്കെ ഉണ്ട്, കുറഞ്ഞ പക്ഷം ഞങ്ങളുടെ പിള്ളേർക്ക് അഡ്മിഷനെങ്കിലും കിട്ടുമെന്ന് നിങ്ങളുടെ സ്കൂളിൽ. ഇപ്പം നമ്മളെയൊക്കെ സംബന്ധിച്ചാണെങ്കിൽ അങ്ങനെ ഒരു സ്കൂൾ പോലും ഇല്ല. നമ്മുടെ സ്വന്തം പിള്ളേരെ പോലും അവിടെങ്ങും പഠിപ്പിക്കാൻ എടുക്കാറുമില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഞാൻ അവരോട് പറഞ്ഞു, ഇങ്ങനെയുള്ള ലാഭങ്ങൾ, പ്രയോജനങ്ങളൊന്നും ഒരുപക്ഷെ ഉണ്ടാവില്ല. പക്ഷേ വേറെ എങ്ങു നിന്നും ആർക്കും തരാൻ കഴിയാത്തത്ര ലാഭകരമായ പ്രയോജനങ്ങൾ നിങ്ങൾക്ക് യേശുവിൽ വിശ്വസിക്കുന്നത് നിമിത്തം ഉണ്ടാവും. അത് വേറെ ആർക്കും തരാൻ കഴിയാത്ത തരത്തിലുള്ള ബെനിഫിറ്റ്സ്, അതുകൊണ്ടുള്ള പ്രയോജനങ്ങളാണ്. കേൾക്കാൻ അവർക്ക് താല്പര്യം തോന്നി. അത് വെച്ച് ഞാൻ അവരോട് സുവിശേഷം പറഞ്ഞു, അന്ന് അറിയാവുന്ന ഭാഷയിൽ.
പറഞ്ഞു വന്നത്, എല്ലാവരും നോക്കുന്ന ഒരു കാര്യമാണ്, ഇങ്ങനെ ചെയ്താൽ എന്താണ് പ്രയോജനം. ആത്മീയ ലോകത്തും ഭൗതിക ലോകത്തും രാഷ്ട്രീയ ലോകത്തും എല്ലായിടത്തും ഈ ഒരൊറ്റ ചോദ്യമാണ് മുൻപന്തിയിൽ നിൽക്കുന്നത്: ഇങ്ങനെ ചെയ്താൽ എന്ത് ലാഭം, എന്ത് പ്രയോജനം? സ്തോത്രം. കർത്താവായ യേശുവിൽ വിശ്വസിച്ച് നാം വേദപുസ്തകം പറയുന്ന രക്ഷ കരസ്ഥമാക്കുന്നെങ്കിൽ, അഥവാ നാം രക്ഷിക്കപ്പെടുന്നെങ്കിൽ, ഇങ്ങനെയുള്ള വല്ല ലാഭങ്ങളും ഉണ്ടോ? പ്രയോജനം വല്ലതും ഉണ്ടോ? സ്തോത്രം. ഒന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ചോദ്യം ഒന്ന് എറിഞ്ഞു തരികയാണ്. ഈ രക്ഷയിലൂടെ നമുക്കുള്ള പ്രയോജനം, ഏറ്റവും വലിയ പ്രയോജനം എന്താ? The utmost benefit we get through this salvation. We become children of God. We become children of God. Very good. വേറെ എന്തെങ്കിലും? നാം പറഞ്ഞാട്ടെ. Eternity. Eternity. Salvation from sin. Forgiveness from sin. Forgiveness, salvation. Okay. The Holy Spirit. Holy Spirit. We are translated from the kingdom of darkness into the kingdom of light. Of course. സ്തോത്രം. നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇതിൽ ഉൾക്കൊള്ളുന്നതാണ് കേട്ടോ, ഇതിൽ ഉൾപ്പെടുന്നത്. സ്തോത്രം. ഒറ്റ വാക്കിൽ ഇതെല്ലാം കൂടെ ചേർത്താണ് രക്ഷ എന്ന് പറയുന്നത്. ഈ രക്ഷയ്ക്കകത്ത് ഈ പറയപ്പെടുന്നതെല്ലാം ഉണ്ട്. നമ്മൾ രക്ഷ എന്ന് പറയുമ്പോൾ തീർച്ചയായും ഇതെല്ലാം നമ്മുടെ മനസ്സിലേക്ക് വരണം. യേശുവിലൂടെ എനിക്ക് ലഭിക്കുന്ന രക്ഷ കേവലം ഒരു ഘടകം കൊണ്ട് മാത്രം അത് തീരുന്നില്ല. സ്തോത്രം. ഒരു ഘടകം കൊണ്ട് മാത്രം അത് തീരുന്നില്ല. ഈ പറയപ്പെടുന്ന എല്ലാ മേഖലകളും അതിൽ ഉൾപ്പെടുന്നു. ചിലത് മാത്രം, നിങ്ങളിപ്പോൾ പറഞ്ഞതൊക്കെ തന്നെയാണ്. നമുക്കൊന്ന് നോക്കാം. ഏറ്റവും നമ്മൾ ഇതുവരെ പറഞ്ഞ 14 കാര്യങ്ങളിൽ ചില കാര്യങ്ങളുടെ ആവർത്തനം ഇതിനോട് ചേർത്തും ഉണ്ടാകും. സദയം ക്ഷമിച്ചാലും. ഈ രക്ഷ നിമിത്തം നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലുതെന്ന് പറഞ്ഞാൽ ഇതെല്ലാം അതിൽപ്പെടും. എന്നാലും നമ്മൾ സാധാരണ പാട്ട് പാടുന്നത് പോലെ ഒരു സംഗതി എനിക്ക് പുറം വരുന്നത്, അന്യനെന്ന മേലെഴുത്ത് എന്നേക്കുമായി മായ്ച്ചു തന്ന ഉന്നതന്റെ വന്യനാമം എന്ന് നമ്മൾ പാട്ട് പാടാറുണ്ട്. നമ്മുടെ അക്ഷരാർത്ഥത്തിലല്ല ഞാൻ ഈ പറയുന്നത് കേട്ടോ, മനസ്സിലാക്കാൻ വേണ്ടിയാ. നമ്മുടെ നെറ്റിമേൽ ഒരു എഴുത്തുണ്ടായിരുന്നു. നെറ്റിമേലുള്ള എഴുത്തെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പരസ്യമായി കാണത്തക്കത് എന്നാണ് അതിൻ്റെ വിവക്ഷ. ഓക്കെ. There was a label on our foreheads. That means it was a public reading that we are, നോക്കിക്കോളൂ, എഫേഷ്യൻസ് 2:19, 2:19 വാക്യം.
എഫേസ്യ ലേഖനം 2:19. ആകയാൽ നിങ്ങൾ ഇനി അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരുമത്രേ. നമ്മൾ നേരത്തെ ആയിരുന്ന അവസ്ഥയെക്കുറിച്ചാണ് ആദ്യം പറഞ്ഞേക്കുന്നത്. നമ്മുടെ നെറ്റിമേൽ എഴുതി ഒട്ടിച്ചിരുന്ന ഒരു സംഗതിയാണ് നമ്മൾ ആരാ. ഒരു ലേബൽ നമുക്കുണ്ടായിരുന്നു. നമ്മൾ ആരാണെന്ന്. അന്യരും പരദേശികളും. എന്തിനൊക്കെ അന്യരായിരുന്നു നമ്മൾ? സ്തോത്രം. Citizenship. ദൈവത്തിൻ്റെ സകല കാര്യങ്ങൾക്ക് നാം അന്യരായിരുന്നു. 2-ാം അധ്യായത്തിൻ്റെ തന്നെ 11-ാമത്തെ 12-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് പോലെ വാഗ്ദത്തത്തിൻ്റെ നിയമങ്ങൾക്ക് നമ്മൾ അന്യരായിരുന്നു. We had no inheritance in the covenant of the promise. That means simply the word of God. We had nothing to do with the scriptures. തിരുവെഴുത്തുകളുമായി നമുക്ക് യാതൊരു ബന്ധവുമില്ലാതിരുന്നു. നാം അന്യരായിരുന്നു, പരദേശികളായിരുന്നു. ദൈവരാജ്യത്തിന് നമ്മൾ അന്യരും പരദേശികളുമായിരുന്നു. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾക്ക് നാം അന്യരും പരദേശികളുമായിരുന്നു. ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾ അന്യരും പരദേശികളുമായിരുന്നു. സ്തോത്രം. അപ്പോൾ നാം ഇങ്ങനെ അന്യരും പരദേശികളുമായിരുന്ന ഒരു കാലമുണ്ട്. പക്ഷെ ഇപ്പോഴോ? നാമവാക്യത്തിൽ വായിച്ചു, ഇനിയും നിങ്ങൾ ആരല്ല. You belong to God's own household. ഇനിയും നിങ്ങൾ ആരല്ല. അന്യരും പരദേശി. പരദേശികളും അല്ല. You are no more strangers and aliens in regard with God's promises, His covenant, in regard with His kingdom, His family, His inheritance. സ്തോത്രം. ദൈവത്തിൻ്റെ കുടുംബവുമായി, ദൈവത്തിൻ്റെ അവകാശങ്ങളുമായൊന്നും ഇനിയും നിങ്ങൾ അന്യരും പരദേശികളും അല്ല. യു ആർ നോ മോർ അന്യർ ആൻഡ് പരദേശീസ്. നോ മോർ ഏലിയൻസ്. നോ മോർ strangers. No more outsiders. സ്തോത്രം. പകരം നമ്മെ ആരാക്കി? വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരുമാണ്. ഹല്ലേലൂയ. സ്തോത്രം. പരദേശികളായിരുന്ന നമ്മെ ഇപ്പോൾ സ്വർഗരാജ്യത്തിൻ്റെ പൗരന്മാരാക്കി മാറ്റി. സ്വർഗരാജ്യത്തിൻ്റെ പൗരന്മാരാക്കി മാറ്റി. സ്തോത്രം. നമ്മത് ഇങ്ങനെയാണ് വായിക്കുന്നത്. മലയാളത്തിൽ നമുക്ക് അത്ര അങ്ങോട്ട് തിരിച്ചു പറയാനായിട്ട് സാധിക്കുന്നില്ല. ഹിന്ദിയിൽ ഇസിലിയെ അബ് തും പരദേശി और मुसाफिर नहीं, परंतु परमेश्वर के पवित्र लोगों के साथ सहनागरिक और परमेश्वर के परिवार के हो.
पुराने हिंदी वर्शन किसी के पास है तो जरा देखिए. സാധാരണ നമ്മുടെ ഹിന്ദി ബൈബിളിൽ ആ വാക്യം കൊടുത്തിരിക്കുന്നത് കുറച്ചുകൂടെ നമുക്ക് മനസ്സിലാകുന്ന രീതിയിലാണ്. അവിടെ നമ്മൾ കാണുന്നത്, ദൈവരാജ്യത്തിന് നിങ്ങൾ പണ്ട് അന്യരായിരുന്നു, പരദേശികളായിരുന്നു, എന്നാൽ ഇപ്പോൾ നിങ്ങൾ സ്വദേശി ഹേ. ഇപ്പോൾ നിങ്ങൾ സ്വദേശികളാണ്. പരദേശിക്ക് പകരം നിങ്ങൾ ഇപ്പോൾ സ്വദേശികളാണ്. No more aliens and foreigners. No longer outsiders, exiles, migrants, and aliens excluded from the rights of citizens. But you now share the citizenship with the saints, God's own people, consecrated and set apart for Himself. And you belong to God's household. രക്ഷിക്കപ്പെട്ടപ്പോഴേക്കും നമുക്ക് ലഭിക്കുന്ന പദവി കണ്ടോ? നമ്മുടെ പഴയ പദവി മാറുന്നു. അതുകൊണ്ടാണ് ഭക്തൻ പാടിയത്, അന്യനെന്ന മേലെഴുത്ത് എന്നേക്കുമായി മായ്ച്ചു തന്ന. ആ പാട്ടിൻ്റെ ഇരടികളൊക്കെ പാടുമ്പോഴും കേൾക്കുമ്പോഴും ഹൃദയത്തിനകത്ത് ഭയങ്കര സന്തോഷമാണ് തോന്നാറുള്ളത്. സ്തോത്രം. അന്യനെന്ന മേലെഴുത്ത്. ദൈവരാജ്യത്തിന് നമ്മൾ അന്യരായിരുന്നു. എന്നാൽ ഈ രക്ഷയിലൂടെ നമ്മൾ സ്വർഗത്തിൻ്റെ സ്വദേശികളായി. പൗലോസ് ഫിലിപ്പിയർ 3:20 പറയുന്നു, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അപ്പോൾ സ്വർഗീയ പൗരത്വം നമുക്ക് ലഭിച്ചു. 2, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരായി മാറി. ആ സഹപൗരന്മാർ എന്നുള്ളതിലാണ് ഈ 2 ഘടകങ്ങൾ ഉള്ളത്. ഒന്ന്, നമ്മൾ സ്വർഗരാജ്യത്തിൻ്റെ പൗരന്മാരായി, കൂടാതെ വിശുദ്ധന്മാരുമായി അവകാശം പങ്കിടുന്നവരായി. അതാണ് സഹപൗരന്മാർ. 3, നാം ദൈവത്തിൻ്റെ വീട്ടുകാരായി, ദൈവത്തിൻ്റെ ഭവനക്കാരായി മാറി. ഈ ബെനിഫിറ്റ്സ് ഒക്കെ നമ്മൾ ഓർക്കാറുണ്ടോ? സ്തോത്രം. രക്ഷിക്കപ്പെട്ടതിനാൽ നമുക്ക് ലഭ്യമാകുന്ന ഈ പദവികൾ. സ്തോത്രം. രക്ഷിക്കപ്പെട്ടതിനാൽ അല്ലെങ്കിൽ പെടുന്നതിനാൽ നമുക്ക് ലഭിക്കുന്ന ഈ പദവികൾ. സ്തോത്രം. അതിനെ എല്ലാം കൂടെ ചേർത്ത് വെച്ച് നമുക്ക് മറ്റൊരു പദം പറയാനായിട്ട് സാധിക്കും, an acceptance in Christ. സ്തോത്രം. പിതാവായ ദൈവം നമ്മെ യേശുക്രിസ്തുവിൽ എന്ത് ചെയ്തു? പുത്രസ്വീകാര്യം നൽകി സ്വീകരിച്ചു, നമ്മെ കൈക്കൊണ്ടു. സ്തോത്രം. പുത്രസ്വീകാര്യം. സ്തോത്രം. The adoption we got. സ്തോത്രം. He accepted us. He accepted us. Praise God. He adopted us. എഫെസ്യ ലേഖനം തന്നെ 1-ാമത്തെ അധ്യായത്തിൻ്റെ 4 മുതലുള്ള വാക്യങ്ങളിൽ ആ കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. സ്തോത്രം. പുത്രനിൽ പിതാവ് നമ്മെ അക്സെപ്റ്റ് ചെയ്യുന്നു, സ്വീകരിക്കുന്നു, നമ്മെ കൈക്കൊള്ളുന്നു. സ്തോത്രം. കൈക്കൊള്ളുന്നു. സ്തോത്രം. അതിൻ്റെ എഫെസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 3 തൊട്ട് 14 വരെയുള്ള വാക്യങ്ങളിൽ നാം അത് കാണുന്നുണ്ട്. സ്തോത്രം. ഹി അക്സെപ്റ്റഡ് അസ്. അവൻ നമ്മെ കൈക്കൊണ്ടു. സ്തോത്രം. തൻ്റെ വീട്ടിലേക്ക് നമ്മെ കൈക്കൊണ്ടു. പ്രൈസ് ഗാഡ്. നമുക്കറിയാം,
പാപം ചെയ്ത നമ്മുടെ ആദിമ മാതാപിതാക്കളെ ദൈവം തൻ്റെ സന്നിധിയിൽ നിന്നും ആട്ടിക്കളഞ്ഞു, പുറത്താക്കി, ഏദന് പുറത്താക്കി. അവരെ ഇറക്കി വിട്ടു. ഇറക്കി വിട്ട അതേ ദൈവം ഈ രക്ഷയിലൂടെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? വീട്ടിലേക്ക് കൈക്കൊള്ളുകയാണ്. ഒന്ന് ഓർത്ത് നോക്കിയ എന്തൊരു വിവരിക്കുവാൻ കഴിയുന്നതിനും അപ്പുറമായ യാഥാർത്ഥ്യങ്ങളാണിത്. സ്തോത്രം. ഒരിക്കലും സ്വീകരിക്കപ്പെടുവാൻ അർഹതയില്ലാത്ത നമ്മളെ വളരെ സ്നേഹത്തോടെ ദൈവം ദൈവത്തിൻ്റെ വീട്ടിലേക്ക് കൈക്കൊള്ളുന്നു. സ്തോത്രം. വാട്ട് ആൻ അക്സെപ്റ്റൻസ്. സ്തോത്രം. We were and we are unworthy to be accepted. ദൈവത്താൽ അംഗീകരിക്കപ്പെടുവാൻ യാതൊരു യോഗ്യതകളും ഇല്ലാത്തവരാണ് നാം. യാതൊരു യോഗ്യതകളും ഇല്ലാത്തവരാ. അങ്ങനെ ഒരു യോഗ്യതയും ഇല്ലാത്ത നമ്മെ, സ്തോത്രം, ഇരു കൈകളും നീട്ടി സ്വീകരിക്കുന്നു. സ്തോത്രം. ഒന്ന് ഓർത്ത് നോക്കിക്കേ. സ്തോത്രം. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ചില കുഷ്ഠരോഗികളുടെ വീട്ടിൽ നമ്മളെപ്പോലെയുള്ള ഒരാൾ ചെന്നാൽ അവരെ നമ്മളൊന്ന് തൊടാൻ ശ്രമിച്ചാൽ അവരൊഴിഞ്ഞു മാറും. ഫോട്ടോ എടുക്കാനും ഇലക്ഷൻ സമയത്ത് വോട്ട് പിടിക്കാനുമുള്ള തന്ത്രമല്ലിത്. ആത്മാർത്ഥതയിൽ നിന്ന് നമ്മൾ ചെയ്യുന്ന സമയം നമുക്ക് അവരിൽ നിന്ന് യാതൊരു നേട്ടങ്ങളും ഇല്ലാതിരിക്കെ, അവരിൽ നിന്ന് നമുക്ക് യാതൊരു പ്രയോജനവും ഇല്ല എന്നിരിക്കെ, അവരെ അങ്ങനെ ചെയ്യാതിരുന്നാൽ നമുക്ക് ഒരു നഷ്ടവുമില്ല എന്നിരിക്കെ. മനസ്സിലായോ? ഒരു കുഷ്ഠരോഗിയെ നമ്മൾ ചേർത്ത് പിടിച്ചാൽ നമുക്കതുകൊണ്ട് നേട്ടം ഒന്നുമില്ല. അങ്ങനെ ചെയ്തില്ലെങ്കിൽ നമുക്ക് കോട്ടം, നമുക്ക് നഷ്ടവും ഒന്നുമില്ല. എന്നാൽ ആ സ്ഥിതിയിൽ നമ്മൾ അങ്ങനെയുള്ള ഒരാളിനെ ഒന്ന് ചേർത്ത് പിടിച്ചാൽ ആ വ്യക്തിയുടെ ഹൃദയത്തിനകത്തുണ്ടാകുന്ന ആ സന്തോഷം, പ്രിയരെ, അതിനേക്കാളിലും എത്രയധികം നമ്മൾ ഔട്ട്കാസ്റ്റ് ആയിരുന്നു, നമ്മൾ തള്ളപ്പെട്ടവരായിരുന്നു. അങ്ങനെയുള്ള നമ്മയാണ് ക്രിസ്തുയേശുവിലൂടെ പിതാവായ ദൈവം എന്ത് ചെയ്യുന്നത്? അക്സെപ്റ്റ് ചെയ്യുന്നത്. സ്തോത്രം. ശത്രുക്കളായിരുന്ന നമ്മെ, ക്രൂശിൻ്റെ വൈരികളായിരുന്ന നമ്മെ പുത്രൻ മൂലം നമ്മെ സ്വീകരിക്കുകയാണ് ദൈവത്തിൻ്റെ ഭവനത്തിലേക്ക്. സ്തോത്രം. ഇതൊക്കെ ഓർത്തു വേണം നാം ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ. കൊറോണ മാറിയത് കൊണ്ടും ജോലി കിട്ടിയത് കൊണ്ടും വണ്ടി കിട്ടിയത് കൊണ്ടും ഒന്നുമല്ല. സ്തോത്രം. പകരം പുത്രൻ മൂലം നമുക്ക് ലഭ്യമായ ഈ സ്വീകൃതി, ഈ രക്ഷയിലല്ലാതെ ഇത് എവിടെ നിന്ന് കിട്ടും? സ്തോത്രം. യേശുക്രിസ്തുവിലൂടെ പിതാവായ ദൈവം മാനവജാതിക്ക് നൽകുന്ന ഈ രക്ഷയിലൂടെ അല്ലാതെ ഇത്ര വലിയ രക്ഷ വേറെ എവിടെ കിട്ടും? സ്തോത്രം. വേറെ എങ്ങും ഇത് ലഭ്യമല്ല.
ക്രിസ്തുവിലൂടെ മാത്രം. വേറെ എങ്ങും വേറെ ആരിലൂടെയും ഇത് നമുക്ക് ലഭ്യമല്ല. സ്തോത്രം. അപ്പം നമ്മൾ മുൻപായിരുന്ന അന്യരും പരദേശികളും എന്ന അവസ്ഥയിൽ നിന്ന് ദൈവം നമ്മെ സ്വർഗത്തിലെ പൗരന്മാരും വിശുദ്ധന്മാരുടെ കൂടെ കൂട്ടായ്മയാചരിക്കുന്നവരും ദൈവത്തിൻ്റെ ഭവനക്കാരും ആക്കി. നമ്മെ പുത്രൻ മൂലം സ്വീകരിച്ചു. ദൈവത്തിൻ്റെ വീട്ടിലേക്ക് നമ്മെ അംഗീകരിച്ചു. സ്തോത്രം. ഒരു സാധാരണ വീട്ടിൽ നിന്ന് ഒരു അറിയപ്പെടുന്ന വലിയൊരു കുടുംബത്തിലേക്ക് കല്യാണ ബന്ധത്താലെങ്ങാണം ഒരു ബന്ധം സ്ഥാപിച്ചാൽ പെട്ടെന്ന് തന്നെ അവരുടെ സ്വന്തം അപ്പൻ്റെയും മറ്റും വിലാസം എടുത്തു കളഞ്ഞിട്ട് ആ ചെന്ന് കയറിയ വീട്ടിലെ, ആ വലിയ വീട്ടിലെ പേര് കൂടെ ചേർക്കുന്നത് പോലെ, അതിൽ അഭിമാനിക്കുന്നത് പോലെ. സ്തോത്രം. എനിക്കും നിങ്ങൾക്കും ലഭിക്കാവുന്നതിൽ വെച്ച ഏറ്റവും വലിയ കുടുംബ ബന്ധമാണ് ഈ രക്ഷയിലൂടെ ലഭ്യമായത്. സ്തോത്രം. അത് ഇന്ന ഫാമിലി പണ്ടത്തെ 7.5 ഫാമിലി ഇതൊന്നുമല്ല. മനസ്സിലായി കാണുമല്ലോ പണ്ടത്തെ 7.5 ഫാമിലിയുടെയൊക്കെ അർത്ഥം. സ്തോത്രം. തോമാസ് ലീഹ, നമ്മുടെ കർത്താവായ യേശുവിൻ്റെ ശിഷ്യൻ അപ്പോസ്തലൻ തോമസ് AD 52 നമ്മുടെ കേരളത്തിൽ വന്നുവെന്നാണല്ലോ വിശ്വസിക്കപ്പെടുന്നത്. അപ്പോൾ അന്ന് 7.5 പള്ളി സ്ഥാപിച്ചെന്നും അന്ന് ചില ഉന്നത കുടുംബങ്ങളെ, ബ്രാഹ്മണ കുടുംബങ്ങളെ സ്നാനപ്പെടുത്തിയെടുത്തു, ക്രിസ്ത്യാനികളാക്കിയെന്നും ആ കുടുംബത്തിൻ്റെ വേരുമൊക്കെ പറഞ്ഞ് കോളറി പിടിച്ച് നടക്കുന്ന അനേകരെന്നുണ്ട്. നമ്മളെ ആ ഭവനത്തിൻ്റെ ഒന്നും അംഗങ്ങളല്ലാക്കിയത്. അതൊന്നും വെച്ച് നമ്മൾ കോളറി പിടിക്കണ്ട. സ്തോത്രം. നമുക്ക് കോളറി പിടിക്കാൻ ഒരു കുടുംബ ബന്ധം മാത്രം പറഞ്ഞാൽ മതി. സ്തോത്രം. അതാണ് പൗലോസ് ഇവിടെ പറഞ്ഞത്. ദൈവത്തിൻ്റെ ഭവനക്കാരാക്കി ദൈവം നമ്മെ തീർത്തു. സ്തോത്രം. The profit we get through salvation makes this salvation so great a salvation. So great a salvation. തീർന്നില്ല. വീട്ടിലേക്ക് നമ്മളെ കൂട്ടിച്ചേർത്തു അല്ലെങ്കിൽ സ്വീകരിച്ചു എന്ന് ആരോ ആദ്യം പറഞ്ഞതുപോലെ നമുക്ക് കിട്ടിയത് സൺഷിപ്പാണ്, പുത്രസ്വീകാര്യമാണ് ലഭിച്ചത്. എഫേസ്യ ലേഖനം തന്നെ 1-ാമത്തെ അധ്യായത്തിൻ്റെ 5 മുതൽക്കുള്ള വാക്യങ്ങളിൽ നമ്മത് കാണുന്നുണ്ട്. നമുക്ക് ദത്തെടുപ്പ് ലഭിച്ചു. We are adopted into God's family. We are adopted into God's family. എഫേസ്യ ലേഖനം 1-ന്റെ 5-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോളൂ. എഫേഷ്യൻസ് 1:5. തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുത്തു. തിരുഹിതത്തിൻ്റെ പ്രസാദപ്രകാരം എന്ന് വെച്ചാൽ ദൈവത്തിന് അങ്ങനെ അങ്ങ് ഇഷ്ടം തോന്നിയെന്ന്. അതാണ് തിരുഹിതത്തിൻ്റെ പ്രസാദം. നമുക്ക് പുത്രസ്വീകാര്യം ലഭിച്ചു. We are accepted as children, not as even friends or reconciled people, rather as sons or as children.
മക്കൾ എന്ന നിലയിലാണ് ദൈവം നമ്മെ സ്വീകരിച്ചിരിക്കുന്നത്. സ്തോത്രം. സ്വീകരിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ രക്ഷനിമിത്തമുള്ള പ്രയോജനങ്ങൾ, ഇറ്റ്സ് എ ബണ്ടിൽ, ഒരു കൂട്ടം, ഒരു കെട്ടുണ്ടത്. ഒന്നും രണ്ടും പറഞ്ഞു പോയാൽ തീരത്തില്ല. ഇറ്റ്സ് എ ബണ്ടിൽ. സ്തോത്രം. നാം വീണ്ടും കാണുന്നത് നമുക്ക് ലഭിക്കുന്ന ദാനം, രക്ഷിക്കപ്പെടുന്നത് നിമിത്തം നമുക്ക് ലഭിക്കുന്ന സംഗതി, God makes us new. God makes us a new creature, a new creation. സ്തോത്രം. പിന്നെ നമുക്ക് ലഭിക്കുന്നത് എന്താണ്? നമ്മൾ പുതിയ സൃഷ്ടിയായിട്ട് തീരുന്നു. സ്തോത്രം. പുതിയ സൃഷ്ടിയായി തീരുന്നു. കൊരിന്ത്യലേഖനത്തിലെ വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പിന്നെ പഴയത് കഴിഞ്ഞുപോയി, ആ ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. സ്തോത്രം. അപ്പം നമ്മെ പുതുതാക്കുന്ന, നമ്മിൽ രൂപാന്തരം വരുത്തുന്ന ആ ഒരവസ്ഥ, അതിനോട് ചേർത്ത് തീത്തോസിനുള്ള പൗലോസിന്റെ ലേഖനത്തിൽ നിന്നും കൂടെ ഒരു വാക്യം നമുക്ക് വായിക്കാം. 2-ാം അധ്യായത്തിന്റെ 12 തൊട്ട് വായിച്ചോളൂ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തിയേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. സ്തോത്രം. കണ്ടോ, ഈ വാക്യങ്ങളിലേക്ക് നമ്മൾ ഒന്നും കൂടെ വരുന്നുണ്ട്, അടുത്തൊരു കാര്യത്തിനും കൂടെ വേണ്ടി. ഇവിടെ പറയുന്നത് ഈ രക്ഷയും പ്രത്യാശയും ദൈവകൃപയുമൊക്കെ എന്ത് ചെയ്യുന്നുവെന്നാണ്? ഭക്തികേടും പ്രപഞ്ചമോഹവും വർജിക്കുന്നതിന് നമ്മെ സഹായിക്കുന്നു, അല്ലെങ്കിൽ അതിൽ നിന്നുള്ള വിമോചനം നമുക്ക് തരുന്നു. അതാണ് കൊരിന്ത്യലേഖനത്തിൽ പൗലോസ് പറഞ്ഞത്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. സ്തോത്രം. പാപത്തെ ഇഷ്ടപ്പെടുമായിരുന്ന പഴയ മനുഷ്യൻ വീണ്ടും ജനിച്ചു കഴിഞ്ഞപ്പോൾ, ഈ രക്ഷാനിർണയം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ, അവന് പാപത്തോട് അനിഷ്ടം തോന്നി. സ്തോത്രം. മനസ്സിലാകുന്നല്ലോ? പാപത്തോട് അനിഷ്ടം, പാപത്തോട് വെറുപ്പ്. പാപം, ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ, പാപം ആസ്വദിക്കാൻ കഴിയാത്തൊരവസ്ഥ. സ്തോത്രം. അങ്ങനത്തെ ഒരു മാറ്റം നമ്മളുണ്ടായോ? ഇല്ലെങ്കിൽ അതിനുവേണ്ടി കരഞ്ഞോണം, കർത്താവേ അങ്ങനത്തെ ഒരു മാറ്റം എനിക്ക് തരണേന്ന്. സ്തോത്രം. അതാണ് നമ്മളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രക്ഷനിമിത്തമുള്ള പ്രയോജനം, ആ പ്രയോജനത്തിലെ, ആ ലാഭത്തിലെ ഒരു കാര്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. എന്താ? പുതിയ സൃഷ്ടിയാകുന്നു. പുതിയ സൃഷ്ടിയാകുന്നു. നമ്മളെ എ ടോട്ടൽ ട്രാൻസ്ഫോർമേഷൻ,
എ കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ. നമ്മുടെ ഷെയ്പ്പിനൊന്നും മാറ്റം വരുന്നില്ല കേട്ടോ. ശരീരവും മുഖവും ഒക്കെ പഴയ തന്നെയാണ്. പക്ഷേ ഒരു ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടക്കുകയാണ് അവിടെ. സ്തോത്രം. ഞാൻ പണ്ട് സൺഡേ സ്കൂളിൽ കേട്ട ഒരു കഥയുണ്ട്. കഥയാണേ, ചോദ്യമില്ല. അതുകൊണ്ട് കഥയ്ക്കകത്ത് ചോദ്യമില്ല. അപ്പോൾ പണ്ട് സായിപ്പ് ഇവിടെ ഉണ്ടായിരുന്ന കാലത്തെക്കുറിച്ചാണ്. സായിപ്പന്മാർ ഇന്ത്യ ഭരിച്ചിരുന്ന ഒരു സമയം. അപ്പം ഒരു സായിപ്പ് ഒരു പന്നിയെ മേടിച്ചു. വളർത്താൻ വേണ്ടിയാ, തിന്നാനല്ല. പക്ഷെ ഇതങ്ങ് ചെളിയിലേക്ക് അഴുക്കിലേക്ക് പോകും. എത്ര ഇതിനെ ഒതുക്കി നിർത്താൻ നോക്കിയിട്ട് ഒടുവിൽ കഥയാണേ, കഥ പറയുന്നത് സായിപ്പ് ഒരു ആടിനെ മേടിച്ചിട്ട് അതിനെ കൊന്ന് അതിൻ്റെ ഹൃദയം എടുത്ത് ഈ പന്നിക്ക് വെച്ചു. ശാസ്ത്രീയമായിട്ടൊന്നും ശരിയല്ല, പക്ഷെ കഥയായിട്ടങ്ങ് എടുത്താൽ മതി. അതിനുശേഷം ഇതിനെ ചെളിയിലേക്ക് ഉന്തിത്തള്ളി വിട്ടാൽ ഇത് പോകത്തില്ലെന്ന്. വെള്ളം കാണുമ്പോൾ ആട് ഇങ്ങനെ കാലൊക്കെ ഒരു പ്രത്യേക രീതിയിൽ വെച്ച് ഇങ്ങനെ പുറകോട്ട് വലിഞ്ഞു നിൽക്കുന്നത് പോലെ ഇത് നിൽക്കാൻ തുടങ്ങി. അത്രയും. ഈ ക്രൈസ്തവ്യ രക്ഷയ്ക്കകത്ത് ഇങ്ങനത്തെ ഒരു ഘടകമുണ്ട്. എന്താ? എ ടോട്ടൽ ട്രാൻസ്ഫോർമേഷൻ. ആ ട്രാൻസ്ഫോർമേഷൻ, ആ മാറ്റം, ആ വ്യത്യാസം, ആ വ്യതിയാനത്തിനകത്ത് ഹൃദയം, വികാരങ്ങൾ, ആഗ്രഹങ്ങൾ, ഓർമ്മകൾ, ചിന്തകൾ, ഇതെല്ലാം വരും. ഇതിനെല്ലാം സമൂലമായൊരു മാറ്റം ഉണ്ടാവും. യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ട ഒരുവന് ഈ പറയപ്പെട്ട കാര്യങ്ങളിലൊക്കെ മാറ്റം ഉണ്ടാകുന്നു. സമൂലമായ പരിവർത്തനം. എ ഡ്രാസ്റ്റിക് ചേഞ്ച് ഇറ്റ് പ്രൊവൈഡ്സ്. ഡ്രാസ്റ്റിക് ചേഞ്ച്. വളരെ വലിയ വ്യത്യാസം. സ്തോത്രം. നമ്മുടെ അകത്ത് അങ്ങനെയുള്ള വ്യത്യാസം ഈ രക്ഷ കൊണ്ടുവന്നിട്ടുണ്ടോ? സ്തോത്രം. ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ 2-3 സ്ഥലത്ത് പറഞ്ഞ ഒരു കാര്യം ഞാൻ കേട്ടതാണേ. ഒരു പാസ്റ്റർ പ്രസംഗിച്ച് ഞാൻ കേട്ടതാ. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ മാനസാന്തരപ്പെട്ടെങ്കിൽ, നിങ്ങൾ രക്ഷിക്കപ്പെട്ടെങ്കിൽ, നിങ്ങൾ സ്നാനപ്പെട്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ പട്ടിക്ക് പോലും അത് അറിയേണ്ടി വരുമെന്ന്. നമ്മുടെ രക്ഷാനുഭവത്തെക്കുറിച്ച് നമ്മുടെ വീട്ടിലെ പട്ടിക്ക് വരെ അറിവുണ്ടാവണമെന്ന്. നമ്മുടെ വീട്ടിലെ പട്ടി വരെ, ഇനി വേണ്ട നമ്മുടെ നാട്ടിലെ പട്ടി വരെ നമ്മുടെ മാനസാന്തര വിവരം മനസ്സിലാക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനൊരു ഉദാഹരണം പറഞ്ഞു. ഈ ഒരു വ്യക്തിയുടെ വീട്ടിൽ ഒരു വളർത്തു പട്ടിയുണ്ട്. ഇയാൾ രക്ഷിക്കപ്പെട്ടിട്ടുള്ള ആളല്ല. ഇങ്ങനെ എന്നും കുടിച്ച് വല്ലാതെ വരുന്ന സമയത്ത് ഈ പട്ടി ചവിട്ടുമത്തേല കിടക്കുന്നത്, ഫുട് മാറ്റയിലെ കിടക്കുള്ളി പട്ടി. ഇങ്ങോട്ട് വന്ന ഉടനെ ഈ പുള്ളിക്കാരൻ ഈ പട്ടിയെ തൊഴിച്ച് അടിച്ച് ചീത്ത വിളിച്ച് ബഹളം ഉണ്ടാക്കി ഇത് പിന്നെ ഇറങ്ങി ഓടും. പിന്നെ ഇങ്ങനെ കാണുമ്പം തന്നെ ഈ പട്ടിക്ക് പേടിയാ. അങ്ങനത്തെ ഒരു വ്യക്തി ഇയാളെ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞു. രക്ഷിക്കപ്പെട്ടിട്ട് ഇയാളെ തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പം പട്ടി പഴയ പോലെ തന്നെ അവിടെ കിടക്കുക. പട്ടിക്ക് മാനസാന്തരം ഉണ്ടായിട്ടില്ല. പട്ടി അവിടെ തന്നെ കിടക്കുന്നത് പഴയ പോലെ തന്നെ, ചവിട്ടുമെത്തല്ല.
പക്ഷെ മാനസാന്തരപ്പെട്ട വീട്ടുകാരൻ പഴയ പോലെ പട്ടിയെ ചവിട്ടി തൊഴിച്ച് ചീത്ത വിളിച്ച് ബഹളം ഉണ്ടാക്കാൻ നിന്നില്ല. പതുക്കെ അവൻ്റെ തലയിലൊക്കെ ഒന്ന് കൈയൊക്കെ ഒന്ന് ഓടിച്ചിട്ട് അവനെ പതിയെ അവിടുന്ന് എഴുന്നേൽപ്പിച്ച് മാറ്റി നിർത്തി. വളരെ ശാന്തമായിട്ട് അവനോട്, ആ പട്ടിയോട് അന്ന് ഇടപെട്ടു. അപ്പോൾ പട്ടിക്ക് പോലും മാനസാന്തരം മനസ്സിലായെന്ന് ഈ മനുഷ്യൻ്റെ. എന്നിട്ട് ഫസ്റ്റ് പറഞ്ഞത് ഇതാണ്, അങ്ങനെ പട്ടി വരെ നമ്മുടെ മാനസാന്തരം മനസ്സിലാക്കത്തക്കതുപോലെ ഈ രക്ഷ നമ്മിൽ പരിവർത്തനം കൊണ്ടുവരുന്നു. സ്തോത്രം. This salvation experience transforms our lives in such a way that even animals or spiritless beings, they even should acknowledge the transformation happened in you and me. ആത്മരഹിതരായ ജീവികൾ പോലും, സ്തോത്രം, നമ്മിലെ പരിവർത്തനങ്ങൾ, മാറ്റങ്ങൾ തിരിച്ചറിയണമെന്നാണ് പറഞ്ഞതല്ല. സാരം അത്രേ ഉള്ളൂ. നീ കഥ തേടിയൊന്നും അങ്ങും പോകണ്ട. അപ്പോൾ ഇങ്ങനത്തെ ഒരു ട്രാൻസ്ഫോർമേഷൻ തീത്തോസിനോട് പൗലോസ് പറയുന്ന കാര്യം, കൊരിന്ത്യരോട് പൗലോസ് പറയുന്ന കാര്യം, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. ആ ഒരു ഹൃദയത്തിൻ്റെ പുതുക്കം ദൈവം നമുക്ക് തരും. ഈ രക്ഷയ്ക്കകത്ത് അതിൻ്റെ പാക്കേജിൽ ഉൾപ്പെട്ടിട്ടുള്ളതായത് രക്ഷ എന്ന ഒരു സംഗതി നാം സ്വീകരിച്ചാൽ, പ്രാപിച്ചാൽ, അതിനകത്ത് ഉള്ളടക്കം ചെയ്തിട്ടുള്ള കാര്യങ്ങളാണിതെല്ലാം. ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? സ്തോത്രം. ശരി. ഈ രക്ഷനിമിത്തം നമുക്ക് ലഭിക്കുന്ന മറ്റൊരു വലിയ അനുഗ്രഹമാണ്, വലിയൊരു പ്രയോജനമാണ്. നിങ്ങളിൽ ആരോ ഒരാൾ പറഞ്ഞിരുന്നു, ആണെന്ന് തോന്നുന്നു, ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകപ്പെടുന്നു. പരിശുദ്ധാത്മാവ് നൽകപ്പെടുന്നു, ദ ഹോളി സ്പിരിറ്റ്. ആ രക്ഷ ഇത്ര വലിയ രക്ഷയാകാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് എന്തേ? പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിത്തരുന്ന, പ്രാപിപ്പാൻ സാധ്യമാക്കുന്ന രക്ഷയാണിത്. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടല്ലോ? പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകുന്നു. പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയേക്കാൾ വലിയത് വേറെ ഒന്നും ഇല്ല. സ്തോത്രം. പരിശുദ്ധാത്മാവിനെ നൽകുന്നു. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇബ്രായ ലേഖനം 2-ാമത്തെ അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങളിൽ ആ കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ട്. തൻ്റെ ഇഷ്ടം അനുസരിച്ച്, അല്ലെങ്കിൽ തൻ്റെ ഇഷ്ടപ്രകാരം നിങ്ങളും കൂടെ വരാൻ വേണ്ടി നൽകിക്കൊണ്ടും. കണ്ടോ, പരിശുദ്ധാത്മാവിനെ പിതാവായ ദൈവത്തിൻ്റെ, സ്തോത്രം, ഇഷ്ടത്തിനനുസരിച്ച് പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും. അപ്പൊ ഇതെല്ലാം ഈ രക്ഷയിൽ ഉള്ളടക്കം ചെയ്തിരിക്കുന്ന ലാഭങ്ങളാണ്, പ്രയോജനങ്ങളാണ്. ഇങ്ങനത്തെ ഒരു രക്ഷ വേറെ ഉണ്ടോ? ഇല്ല. സ്തോത്രം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്താൽ നമുക്ക് ലഭ്യമായ ഈ രക്ഷയുടെ ഇത്ര വലിമയേറിയ അനുഭവത്തെ, സ്തോത്രം,
നാം കണ്ട മഹത്വപ്പെടുത്തി. നമ്മൾ ഇന്ന് പഠിച്ച ആ ആത്മീയ നിലപാടിൽ ജീവിപ്പാൻ കർത്താവ് നമ്മെ ഏവരെയും ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ, സഹായിക്കുമാറാകട്ടെ. സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ഗോഡ്. പ്രിയ ബാബുവെങ്കിൽ പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ചാട്ടെ. ഞാനങ്ങ് ഇറങ്ങുന്നു. കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ നമുക്ക് നാളെ പതിവ് പോലെ കാണാം. മാറാൻ